കോഴിക്കോട് വെണ്ണക്കാട് തൂക്കുപാലത്തിലൂടെ ജീവൻ പണയം വെച്ച് നടക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. കൊടുവള്ളി, മടവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അടിഭാഗം തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. കൈവരികൾ കൂടി തകർന്നതോടെ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്ത കൊടുവള്ളി നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വെണ്ണക്കാട് തൂക്കുപാലം സംരക്ഷണ സമിതി. ടോപ് 10 സ്പെഷ്യൽ. മടവൂർ പഞ്ചായത്തിലെ കീമാരി, ആരാമ്പ്രം നിവാസികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, കൊടുവള്ളി ഭാഗങ്ങളിലേക്ക് പോകാനും കൊടുവള്ളി നഗരസഭയിലെ വെണ്ണക്കാട്, കുമ്മങ്ങോട്ട് നിവാസികൾ മടവൂർ, കക്കോടി പ്രദേശങ്ങളിലേക്കും പോകാൻ ആശ്രയിക്കുന്ന ഒരേയൊരു പാതയാണ് വെണ്ണക്കാട് തൂക്കുപാലം. MP വീരേന്ദ്രകുമാർ MP ആയിരിക്കെ 2004-2005 പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച തൂക്കുപാലം 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ നവീകരണമോ അറ്റകുറ്റപ്പണികളോ നടത്താതെ അപകടാവസ്ഥയിലാണ്. തൂക്കുപാലത്തിന്റെ പരിപാലന ചുമതലയുള്ള കൊടുവള്ളി നഗരസഭ ഒറ്റത്തവണ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പാലത്തിന്റെ അടിഭാഗം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലായത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന സ്ഥലം കൂടിയാണ് വെണ്ണക്കാട് തൂക്കുപാലമെന്നും അപകടം ഉണ്ടാവുന്നതിന് മുൻപ് പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്തൊരു ഹൈസ്കൂളുണ്ട്, അതുപോലെ ഇവിടെ ഒരു UP സ്കൂളുണ്ട്. അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകാനുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്കൂളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ കുറവുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം അന്യ സംസ്ഥാനത്തുള്ള കർണാടകയിലുള്ള ആളുകൾ ഇതിൽ പോകുന്ന, അതുപോലെ സ്വാമിമാർ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് പാലം കാണുകയും താഴോട്ട് നോക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് താഴോട്ട് വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയുള്ള നാട്ടുകാർ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോട് അഭ്യർത്ഥിച്ചാണ് ഈ പാലത്തിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. ഒരുപാട് കാലമായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ ഇതുവരെ മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് തന്നെ അടിഭാഗമൊക്കെ വളരെയധികം തുരുമ്പെടുത്ത് പൊളിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് നമ്മൾ എത്രയും പെട്ടെന്ന് നന്നാക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. തൂക്കുപാലത്തിന്റെ കൈവരികൾ തകർന്നതും അപകടത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അധികൃതർ നടപടി സ്വീകരിക്കാതെ വന്നതോടെ തൂക്കുപാലത്തിന് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് തൂക്കുപാലം സംരക്ഷണ സമിതി. ഇനിയും ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇവരുടെ നീക്കം. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊടുവള്ളി നഗരസഭാ വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പാലം അടയ്ക്കാനാണ് വെണ്ണക്കാട് തൂക്കുപാലം സംരക്ഷണ സമിതിയുടെ തീരുമാനം. അവരുടെ പ്രതികരണങ്ങൾ കാണാം. 2 ദിവസം മുമ്പ് ഒരു കുട്ടീൻ്റെ കാല് കുടുങ്ങി, ഒരു കാല് താഴേക്ക് കുടുങ്ങിയതിന് ശേഷമാണ് സ്ലാബുകളൊക്കെ ഒന്നുകൂടി നാട്ടുകാർ ഇടപെട്ട് അടുപ്പിച്ചിട്ടത്. ആ സ്ലാബിൻ്റെ അടിയിൽ ബോൾട്ടുകളൊന്നുമില്ല, ദ്രവിച്ച് കിടക്കുകയാണ്. ഇവിടെ 5 വർഷം കൂടുമ്പോൾ വന്നിട്ട് 2 പാട്ട പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്യുക അല്ലാതെ ഇതിന് വേണ്ട രീതിയിൽ ഇതുവരെ ഒരു മെയിൻ്റനൻസ് ഈ പാലത്തിന് നടന്നിട്ടില്ല. ഈ പാലത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ അടിയിലുള്ള എല്ലാ ചേസുകളും തുരുമ്പിച്ച് ദ്രവിച്ച് കിടക്കുകയാണ്. ഈ നെറ്റാണെങ്കിൽ അതും ദ്രവിച്ച് കിടക്കുകയാണ്. മഴക്കാലമായാൽ പുഴ നിറച്ച് വെള്ളമാണ്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അധികൃതർ ഒന്ന് കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നുവെച്ചാൽ ഇതിലിപ്പോൾ ആരെങ്കിലും താഴേക്ക് വീണിട്ട് കുട്ടികളൊക്കെ അനവധി കുട്ടികൾ വരുന്നതാണ്. താഴെ വീണിട്ട് എന്തെങ്കിലും മരണം സംഭവിച്ചിട്ടൊന്നും നമ്മളതിന് ശരിയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ജനങ്ങളൊക്കെ അത് പ്രതികരിച്ചിട്ട് ഒന്നും ചെയ്യാനോ നോക്കാനോ ഒന്നും ഭരണസമിതികൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്തിട്ട് അത് റെഡിയാക്കി തരാൻ വേണ്ടിയുള്ള എന്താണെന്ന് വെച്ചാൽ നടപടി സ്വീകരിക്കാനാണ് ഞങ്ങളൊക്കെ തീരുമാനം. അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും പ്രക്ഷോഭം തുടരും. ഇത് ഞങ്ങൾ അടിക്കും പാലോ. ലക്ഷ്മിപ്രിയ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലക്ഷ്മി, തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ തൂക്കുപാലം സംരക്ഷണ സമിതി തന്നെ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് അധികാരികൾ അനാസ്ഥ തുടരുന്നു? മടവൂർ പഞ്ചായത്തിലെയും കൊടുവള്ളി നഗരസഭയിലെയും ആളുകൾ അതായത് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകാൻ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ് ഈ വെണ്ണക്കാട് തൂക്കുപാലം. ഇതിനെതിരെ, അതായത് ഇതിൻ്റെ അടിഭാഗം അടക്കം ദ്രവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കൈവരികൾ തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാർ പലതവണ കൊടുവള്ളി നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും ഇതൊരു നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായും ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കൊടുവള്ളി നഗരസഭയ്ക്കാണ്. ഇതിൻ്റെ ആദ്യം ഒരു പെയിൻറ്റിംഗ് പണി മാത്രം ചെയ്ത് അതിൻ്റെ മറ്റ് നവീകരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനമായ ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഏതായാലും നിരവധി പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കൊടുവള്ളി നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം ഈ ഒരു തൂക്കുപാലത്തിന്റെ ഭംഗി കണ്ട് കർണാടക അടക്കമുള്ള ഭാഗത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ അടക്കം ഈ തൂക്കുപാലത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഈ ഒരു കർണാടകയിൽ നിന്ന് എത്തിയ കുടുംബത്തിലെ ഒരു കുട്ടി അതായത് ഇതിന്റെ കൈവരി തകർന്നത് കൊണ്ട് തന്നെ
അടിഭാഗത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുടുംബാംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ അവിടുന്ന് രക്ഷിക്കാനായത്. ഇതേ തുടർന്ന് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ ഇപ്പോൾ നാട്ടുകാർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകുകയാണെങ്കിൽ ഈ ഒരു തൂക്കുപാലം അടയ്ക്കുന്ന നടപടികളിലേക്ക് നാട്ടുകാർ കടക്കും എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം.